أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കേട്ട വിശുദ്ധ ഖുർആൻ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നുകൊണ്ട് സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൂസാ നബിയുടെ സംഭവത്തെക്കുറിച്ച് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: ലാവി ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവൾ ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് സുന്ദരനാണെന്ന് കണ്ടപ്പോൾ അവൾ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഒളിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ ഒരു കുട്ടയുണ്ടാക്കി അതിന്മേൽ പശയും റബ്ബറും പുരട്ടി. എന്നിട്ടവൾ ആ കുട്ടിയെ അതിനകത്ത് വെച്ച് പുഴയുടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ചു. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവൻ്റെ സഹോദരി ദൂരെ നിന്ന് നോക്കി നിന്നു. അപ്പോൾ ഫിറൗൻ്റെ മകൾ കുളിക്കാനായി പുഴയിലേക്ക് വന്നു. അവളുടെ കൂട്ടുകാരികൾ പുഴയോരത്തുകൂടി നടന്നു. അവൾ കുറ്റിക്കാട്ടിൽ ഒരു കുട്ട കണ്ടപ്പോൾ അതെടുക്കാൻ അവളുടെ കൂട്ടുകാരിയെ അയച്ചു. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ ഒരു ആൺകുട്ടിയെ കണ്ടു. അവൻ കരയുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവനോട് ദയ തോന്നി. അവൾ പറഞ്ഞു, ഇതൊരു ഹീബ്രു കുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മൂസായുടെ സഹോദരി ഫിറൗൻ്റെ മകളോട് പറഞ്ഞു, ഒരു ഹീബ്രു സ്ത്രീയെ വിളിച്ച് ഈ കുട്ടിക്ക് മുലയൂട്ടാൻ ഞാൻ പോകട്ടെയോ? ഫിറൗൻ്റെ മകൾ അവളോട് പോകാൻ പറഞ്ഞു. ആ പെൺകുട്ടി പോയി ആ കുഞ്ഞിൻ്റെ മാതാവിനെ വിളിച്ചു. ഫിറൗൻ്റെ മകൾ അവരോട് പറഞ്ഞു, ഈ കുട്ടിയെ എടുത്ത് എനിക്ക് വേണ്ടി മുലയൂട്ടുക. ഞാൻ നിനക്ക് പ്രതിഫലം തരാം. ആ സ്ത്രീ കുട്ടിയെ എടുത്ത് മുലയൂട്ടി. കുട്ടി വലുതായപ്പോൾ അവൾ അവനെ ഫിറൗൻ്റെ മകളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൾ അവനെ തൻ്റെ മകനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തു എന്ന കാരണത്താൽ അവൾ അവന് മോശെ എന്ന് പേരിട്ടു. വിശുദ്ധ ഖുർആനിൽ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവ്വൻ വഹസന ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ വഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലി വലക് ലാ തഖ്തുലുഹു അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ വഹും ലാ യശ്ഉറൂൻ. സൂറത്തുൽ ഖസസ് 8 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മൂസായുടെ മാതാവിന് പ്രസവാനന്തരം നാം സന്ദേശം നൽകി, നീ ആ ശിശുവിന് മുല കൊടുക്കുക. എന്നാൽ അതിൻ്റെ കാര്യത്തിൽ നീ ഭയപ്പെടുന്നതായാൽ അതിനെ ഒരു പെട്ടിയിൽ ഭദ്രമായി അടക്കം ചെയ്ത് നദിയിലിടുക. നീ ഭയപ്പെടേണ്ട, വ്യസനിക്കുകയും വേണ്ട. ബ്രാക്കറ്റിൽ പറയുന്നു, സൂറ ത്വാഹ റുക്കൂ 2 നദിയിലിടുന്നതിനെക്കുറിച്ച് മൂസാ നബിയുടെ മാതാവിനോട് അദ്ദേഹത്തെ ഒരു പെട്ടിയിലാക്കി നദിയിലിടാൻ പറഞ്ഞിരുന്നു. വീണ്ടും അർത്ഥം, അതിനെ നാം നിനക്ക് മടക്കിത്തരുന്നതും പിന്നീട് അവനെ ദൂതന്മാരിൽപ്പെട്ട ഒരാളാക്കുന്നതുമാണ്. ഈ സന്ദേശമനുസരിച്ച് അവൾ ശിശുവിനെ ഭദ്രമായി ഒരു പെട്ടിയിലടക്കം ചെയ്ത് നദിയിലിട്ടു. അങ്ങനെ ഫിറൗൻ്റെ കുടുംബക്കാർ നദിയിൽ നിന്ന് അതിനെ കണ്ടെടുത്തു. അവസാനം ആ ശിശു അവരുടെ ശത്രുവും ദുഃഖത്തിന് കാരണവുമായി തീർന്നു. ഫിറൗനും ഹാമാനും അവരുടെ സൈന്യങ്ങളും തെറ്റുകാരായിരുന്നു. ഫിറൗൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ശിശു എനിക്കും താങ്കൾക്കും കണ്ണിന് കുളിർമയാണ്. നിങ്ങളവനെ കൊന്നുകളയരുത്. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ പുത്രനാക്കാം. അപ്പോൾ അവർ യാഥാർത്ഥ്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഈ റഫറൻസ് അനുസരിച്ച് ഖുർആനിക വചനങ്ങളും ബൈബിളിലെ വിവരണങ്ങളും വ്യക്തമാക്കുന്നത് ഫിറൗനിൻ്റെ കൊട്ടാരത്തിലെ ഒരു സ്ത്രീ ബൈബിൾ പ്രകാരം ഫിറൗനിൻ്റെ മകൾ മൂസയെ എടുത്തു വളർത്തി എന്നാണ്. ഫിറൗനിൻ്റെ മകളാണ് മൂസയ്ക്ക് പേര് നൽകിയത് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഫിറൗനിൻ്റെ മകൾ തീർച്ചയായും ഒരു ഈജിപ്ഷ്യൻ പേര് തന്നെയായിരിക്കും നൽകിയിരിക്കുക. അതുകൊണ്ട് മൂസയുടെ പേര് ഈജിപ്ഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. പഞ്ചാബിൽ കുറഞ്ഞത് ഇത്തരത്തിലുള്ള 2 ഉദാഹരണങ്ങളെങ്കിലും കാണാം. 2 പ്രശസ്തരായ ബ്രിട്ടീഷുകാർ 2 ഇന്ത്യൻ കുട്ടികളെ ദത്തെടുത്ത് അവർക്ക് ഇംഗ്ലീഷ് പേരുകൾ നൽകി. ആ കുട്ടികൾ ഇപ്പോഴും ആ ഇംഗ്ലീഷ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. അവരിൽ ഒരാൾ വാർബർട്ടൺ കുടുംബവുമായും മറ്റൊരാൾ ഡോക്ടർ മാർട്ടിൻ കുടുംബവുമായും ബന്ധമുള്ളവരാണ്. ഈ കുടുംബത്തിലെ ഒരാൾ എത്യോപ്യയിൽ മന്ത്രി പദവിയിൽ പോലും ഉണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ച ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ വംശജരാണ്. പക്ഷേ ബ്രിട്ടീഷുകാരാണ് അവരെ വളർത്തുകയും അവർക്ക് അവരുടെ ശൈലിയിലുള്ള പേരിടുകയും ചെയ്തത്. അതുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് പേരുകളിൽ അറിയപ്പെടുന്നത്. കൂടാതെ എൻ്റെ അഭിപ്രായത്തിൽ മൂസ ഒരു ഈജിപ്ഷ്യൻ പേരാണെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും നൽകിയിട്ടില്ല. അതുപോലെ അതൊരു ഹീബ്രു പേരായിരുന്നില്ല എന്നതിനും തെളിവുകളില്ല. മൂസ ഒരു ഈജിപ്ഷ്യൻ പേരാണെന്ന് വാദിക്കുന്നവർ ചില ഈജിപ്ഷ്യൻ പേരുകളുടെ ഒരു ഭാഗം മൂസയുടെ പേരുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഭാഷാ ഗവേഷകർക്കിടയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല ആരും തന്നെ ഈജിപ്ഷ്യൻ വാക്കായ മൂസ എന്ന് ഉച്ചരിക്കുന്നതായി പറയുന്നില്ല. പകരം ചിലർ മൗസെ, മൈസ് അല്ലെങ്കിൽ മെസ്സു എന്നും ഉച്ചരിക്കുന്നു. ഇതിനെല്ലാം കുഞ്ഞ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ പേര് ചിലപ്പോൾ ഒറ്റയ്ക്കും മറ്റു ചിലപ്പോൾ മറ്റ് പേരുകളോട് ചേർത്തും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ രാജകുടുംബത്തിലെ താഴെ പറയുന്ന പേരുകളിൽ ഈ ഭാഗമുണ്ട്: തോട്ട്മേസ്, ആഹ്മേസ്, റാമെസു. ഇവയുടെ എല്ലാം ഉച്ചാരണവും മൂസ എന്ന ഉച്ചാരണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമതായി, മൂസ എന്ന വാക്കിൽ വാവ് എന്ന സ്വരാക്ഷരം ഉപയോഗിക്കുന്നു. എന്നാൽ മെസ്സു അല്ലെങ്കിൽ മേസ് എന്ന വാക്കുകളിൽ യാ എന്ന സ്വരാക്ഷരമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി, മൂസ എന്ന വാക്കിൽ സ്വരാക്ഷരത്തിന് നീണ്ട ശബ്ദമാണുള്ളത്. എന്നാൽ മേസ് അല്ലെങ്കിൽ മേസു എന്ന വാക്കുകളിൽ അത് വളരെ ചെറുതാണ്. എത്രത്തോളം എന്നാൽ ഒരു സ്വരാക്ഷരം എന്നതിനേക്കാൾ ഒരു ഹർക്കത്ത് എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി. മൂന്നാമതായി, മൂസ എന്ന വാക്കിൻ്റെ അവസാനം അലിഫ് വരുന്നു. എന്നാൽ മെസ്സു എന്നതിൻ്റെ അവസാനം വാവ് വരുന്നു. മേസ് എന്നതിൻ്റെ അവസാനം ഒന്നുമില്ല. നാലാമതായി, ബൈബിളിൽ പറയുന്നത് ഫിറൗൻ്റെ മകൾ കുഞ്ഞിനെ മൂസ എന്ന് വിളിച്ചത് ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ വെള്ളത്തിൽ നിന്ന് എടുക്കുക എന്ന അർത്ഥം വരുന്ന മൂസ എന്ന വാക്കോ അതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കോ ഈജിപ്ഷ്യൻ ഭാഷയിൽ കാണുന്നില്ല. എന്നാൽ ഹീബ്രു ഭാഷയിൽ അതിനോട് സാമ്യമുള്ള അർത്ഥങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഹീബ്രു ഭാഷയിൽ മൂസയുടെ പേര് മൗഷെ എന്നാണ് വരുന്നത്. മോശെ എന്നതിനെ 2 ഭാഗങ്ങളായി തിരിച്ചാൽ ഒരു ഭാഗം മൗ ആയിരിക്കും, അതിന് വെള്ളം എന്നാണ് അർത്ഥം. മറ്റേ ഭാഗം ഷേ ആയിരിക്കും, അതിന് വസ്തു എന്നും അർത്ഥമുണ്ട്. അറബി ഭാഷയും ഹീബ്രു ഭാഷയും തമ്മിൽ സാമ്യമുണ്ട്. അറബിയിൽ വെള്ളത്തിന് മാ എന്നും വസ്തുവിന് ഷെയ് എന്നും പറയുന്നു. അറബിയിൽ ഈ പേര് വെക്കുകയാണെങ്കിൽ അത് മാ ഉ ഷെയ് ഇൻ ആയി മാറും. അറബിയുടെ പ്രാദേശിക ഭാഷയിൽ വെള്ളത്തിന് മൗ എന്നും പറയാറുണ്ട്. ഹജ്ജിന് പോയ ആളുകൾ ചിലപ്പോൾ മൗഷെ ഫീഹി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാകാം. അതിൽ വെള്ളമുണ്ടോ എന്നാണ് അതിനർത്ഥം. യഥാർത്ഥ അറബിയിൽ ഈ വാചകം ഹൽ ഷൈഉം മിനൽ മാഇ ഫീഹി എന്നാണ്. എന്നാൽ സാധാരണക്കാർ ഇതിനെ ചുരുക്കി മൗഷെ ഫീഹി എന്ന് പറയാറുണ്ട്. മാ എന്നതിന് പകരം മൗ എന്നും ഷെയ്ഉൻ എന്നതിന് പകരം ഷേ എന്നും ഉപയോഗിക്കുന്നു. ഹീബ്രു ഭാഷയും യഥാർത്ഥത്തിൽ അറബിയുടെ ഒരു വിഘടിത രൂപമാണ്. അങ്ങനെ വരുമ്പോൾ മോശെ എന്നതിൻ്റെ അർത്ഥം വെള്ളത്തിലുള്ള വസ്തു അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത കുട്ടി എന്നാകും. അറബിയിലെത്തിയപ്പോൾ അത് മൂസ ആയി മാറി. ഉദാഹരണത്തിന് യശോഅ എന്ന വാക്ക് അറബിയിൽ ഈസ എന്നും യഷ്മയിൽ എന്ന വാക്ക് ഇസ്മായിൽ എന്നും ആയതുപോലെയാണിത്. അതിനാൽ മൂസ എന്ന പേര് ഹീബ്രു ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച ബൈബിളിൻ്റെ പരാമർശം ദുർബലമാണ്. മൂസ വർഷങ്ങളോളം തൻ്റെ മാതാവിനോടൊപ്പം ജീവിച്ചിട്ടും അദ്ദേഹത്തിനൊരു പേരുണ്ടായിരുന്നില്ല എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.